എടാ നിനക്കറിയാലോ, അലക്സി പണി തുടങ്ങിയ അവന്റെ അടിവേരറുത്ത് അന്ത്യശ്വാസം കണ്ടിട്ടേ അവസാനിപ്പിക്കൂ. അതാണ് അതിന്റെ ഒരു രീതി. ആ രോഹിണി എന്റെ കാൽക്കല് വീഴുന്നത് വരെ വിനയേന്ദ്രൻ പുറം ലോകം കാണില്ലെന്ന് ഉറപ്പല്ലേ? ഇന്നലെ രാവിലെ വിനയേന്ദ്രനോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് എന്റെ കാല് പിടിക്കാൻ ആ നാറിയുടെ മുത്തശ്ശനും അനിയത്തിയും കൂടി ഒരു ഓട്ടോക്കാരൻ പയ്യന്റെ കൂടെ എന്റെ വീട്ടിൽ വന്നിരുന്നു. ആ തെണ്ടിച്ചക്കൻ എന്റെ മുന്നിൽ നിന്ന് ഷോ കാണിക്കാൻ തുടങ്ങിയപ്പോ അവന്റെ കർണക്കുറ്റിയൊക്കെ ഒരെണ്ണം പൊട്ടിച്ചതാ. കിട്ടേണ്ടത് കിട്ടിയപ്പോ അവൻ വാലും മടക്കി പോയിട്ടുണ്ട്. ശരി, ഞാൻ വിളിക്കടാ. ഒരു കലിപ്പ് ഒന്ന് വഴി കിടപ്പുണ്ട്. എന്താടാ റോഡിൽ അഭ്യാസം? എടുത്ത് മാറ്റാ വണ്ടി. എന്താടാ ഇതൊക്കെ? റോഡ് നിന്റെ തറവാട് പോയാണോടാ? റോഡ് ഞങ്ങളുടെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും തറവാട്ട് വകയാ. നീയാ? എന്റെയും ഇവരുടെയും നിന്റെ എല്ലാം. ഇന്നലെ ഞാൻ വീട്ടുമുറ്റത്ത് വന്നപ്പോ നീ എന്നെ കൈവച്ചു. അപ്പോഴേ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നതാ, നമുക്ക് പൊതുവഴിയിൽ വെച്ചൊന്ന് കാണേണ്ടി വരുമെന്ന്. ഇവിടെ വെച്ച് ഇവന്റെ നേരെ കൈയോക്കാൻ നിനക്ക് ധൈര്യം ഉണ്ടാടാ? തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ തല്ലടാ അവനെ. അടിക്കടാ, ഒന്ന് അടിച്ചു നോക്കടാ. അടിക്കടാ, അടിച്ചു നോക്കടാ. അടിക്കടാ. അടിച്ചു നോക്കടാ. എല്ലാവരും കൂടെ കൈവച്ചാലേ നിന്റെ പൊടി പോലും എടുക്കാണ്ടാവത്തില്ല. ചന്തു, നീ ഒന്ന് കൈ ഞൊടിച്ചാ മതി. ഇവനെ അടിച്ചച്ചാറാക്കുന്ന കാര്യം ഞങ്ങളേറ്റു. നീ കേട്ടല്ലോ, ഞാനൊന്ന് തുടങ്ങി വെച്ചാ ഇവരെല്ലാരും കൂടി നിന്നെ അച്ചാറിടുമെന്ന്. എന്നടാ അത് വേണോ? വെറുതെ ഡയലോടിക്കാതെ ഈ റാസ്കലിന്റെ മുഖത്തൊന്ന് കൊടുക്കണം ചന്തു. എനിക്ക് കയ്യെത്താത്തതുകൊണ്ടാ. നിന്നെ അടിച്ചാ തിരിച്ചടിക്കണം ചന്തു. നിനക്ക് പറ്റില്ലെങ്കിൽ ഞങ്ങളോട് പറ, നീ ഒന്ന് മൂളിയാ മതി. കാശ് കൂടുമ്പോ മറ്റുള്ളവർ താഴെയാണെന്ന് നിനക്കൊരു തോന്നലുണ്ടാവും. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വെറുതെ വിചാരിക്കും. പക്ഷേ അവർ സംഘം ചേർന്നാൽ അവരുടെ കൈയുടെ തഴമ്പ് തനിക്ക് താങ്ങാനാവില്ല. മനസ്സിലായടാ? അതുകൊണ്ട് നീ ഇനിയും വിനയേട്ടന്റെ കുടുംബത്തോട് ദ്രോഹം ചെയ്താ നിന്നെ ഞാൻ റോട്ടിലിട്ടിടിക്കും. മനസ്സിലായടാ? തൽക്കാലം നീ ഇതൊരു മുന്നറിയിപ്പായിട്ട് കണ്ടാ മതി. മര്യാദയ്ക്ക് വണ്ടി എടുത്ത് പോവാൻ നോക്കടാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.